ഹായ്, ഫസ്റ്റ് തന്നെ ഡിസ്ക്ലൈമർ പറയാ, ഈ വീഡിയോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത നമ്മുടെ ലാലേട്ടൻ ഫാൻസോ അല്ലെങ്കിൽ MS ധോണി ഫാൻസോ നമ്മുടെ വിജയ് ഫാൻസോ സമന്ത ഫാൻസോ നയൻതാര ഫാൻസോ ആരാണെങ്കിലും കാണണ്ടെന്നേ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ നെഗറ്റീവ് സൈഡ് ഇല്ലെങ്കിൽ മൈനസ് പോയിന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കാറ്റഗറി ഓഫ് ഫാൻസ് ഇല്ലെങ്കിൽ അവരുടെ ഹേറ്റ് വരുന്ന പേടിച്ചിട്ട് കുറെ പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വരാൻ പേടിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് നമ്മുടെ കാര്യം പോട്ടെ, കുട്ടികൾക്ക് വരുന്ന ക്യാൻസറും ഡയബറ്റീസും 15% മാത്രമേ ജനറ്റിക്സ് ഇല്ലെങ്കിൽ അവർ ജനിക്കുന്നതിന്റെ പ്രശ്നം കൊണ്ട് വരുന്നുള്ളൂ. ബാക്കി 85% അവർ കഴിക്കുന്ന ഫുഡും എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ ചുറ്റുപാടും കാരണമാണ് വരുന്നത്. ഒരു നല്ലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു 11 വയസ്സായിട്ടുള്ള കുട്ടി നന്നായിട്ട് ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ കുട്ടിക്ക് ഒരു പനി വന്നു. 2 ദിവസം കഴിഞ്ഞു, പനി മാറി, വീണ്ടും കളിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് ആ കുട്ടിക്ക് നല്ല ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. വെറുതെ മൂത്രം പോകാൻ ടെൻഡൻസി. അപ്പോൾ അവന്റെ അച്ഛനും അമ്മയും ഡോക്ടറിനെ പോയി കാണിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 560 ആ കുട്ടിക്ക്. ഈ കുട്ടിന്റെ അച്ഛനും അമ്മയ്ക്ക് ഷുഗർ ഒന്നും ഇല്ല, പക്ഷെ കുട്ടിക്ക് ഷുഗർ. അതായത് ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വരുന്ന ഡയബറ്റീസ്. ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാള് അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഒന്നുമേ അറിയാത്ത കുട്ടികൾ, നമ്മളാണ് ഗൈഡ് ചെയ്യേണ്ട ആൾക്കാർ. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരിലൂടെ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ട്രിഗർ ചെയ്ത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരി, ഇത്ര നേരം പറഞ്ഞതൊക്കെ ഓക്കെ. ഇതിനും നമ്മുടെ വിജയ്ക്കും മോഹൻലാലിനും ധോണിക്കും സമന്തയ്ക്കും നയൻതാരയ്ക്കും ഒക്കെ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്ത ഐസ്ക്രീം ആയിക്കോട്ടെ, ധോണിന്റെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, സമന്തന്റെയും നയൻതാരന്റെയും ചോക്ലേറ്റോ കൂൾ ഡ്രിങ്കോ വാട്ട് എവർ എന്തായിക്കോട്ടെ, ഇതൊക്കെ കെമിക്കൽസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ ആയതുകൊണ്ട് ഷുഗറിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇതിലൊക്കെ HFC എന്ന് പറഞ്ഞിട്ടൊരു സാധനം അടങ്ങിയിട്ടുണ്ട്. അതായത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയും. ഇതുകൊണ്ടാണ്, ഈ സാധനം ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ ഈ മധുരമുള്ള സാധനം കഴിക്കുമ്പോൾ വീണ്ടും, അതായത് നമ്മൾ ചെറിയ പീസ് കൊടുത്താൽ വീണ്ടും കഴിക്കുന്ന ടെംപ്ടേഷൻ, കഴിക്കാൻ തോന്നിക്കണത്. Apart from that, there are a lot of drinks from fermented kombucha drinks. and all of those Yeah. drinks. Just make sure there's not much sugar in it. ഷുഗർ കഴിക്കുന്നത് ബാഡ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ചേച്ചിക്കറിയാം. ചേച്ചി കഴിക്കൂല. പക്ഷേ നമ്മൾ ചെറുപ്പം തൊട്ട് റിയൽ ലൈഫ് ഹീറോ ആയിട്ട് ആരാധിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഇപ്പോ ലാലേട്ടൻ ആയിക്കോട്ടെ, വിജയ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇവര് മദ്യപാനിയായിട്ടോ സ്മോക്കറായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചോട്ടെ, അതൊരു ക്യാരക്ടറായിട്ട് വിചാരിക്കാം, ഓക്കെയാണ്. പക്ഷെ ഒരു പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ അവരായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇത് നന്നായിട്ട് ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്യും. ശരി, അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്, അവരത് ചെയ്തിട്ട് കാശ് മേടിക്കുന്നു. ഇതിൽ നിനക്ക് എന്താ ചോദിക്കാൻ റൈറ്റ്സ് എന്ന് കുറച്ച് പേർക്ക് ചോദിക്കാം. ലീഗലി ഇതിലൊരു തെറ്റുമില്ല, പക്ഷെ എത്തിക്കലിയും മോറലിയും ഇത് ഭയങ്കര തെറ്റ് തന്നെയാണ്. ഓരോരാളുടെ എത്തിക്സ് മാറും. എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയിൽ എത്ര പേര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്? അതുമാത്രമല്ല, എത്ര കുട്ടികൾ ഇത് കാണും? പിന്നെ അതായത് മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ ഇത് കണ്ടിട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ രണ്ടുപേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം, രണ്ടുപേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിജയന് എന്തുകൊണ്ട് പറഞ്ഞു, വിജയ് ഒന്നും അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യില്ലല്ലോ, എന്തുകൊണ്ട് പറഞ്ഞെന്ന് തോന്നിയ ആൾക്കാരുണ്ടാവും. നമ്മുടെ ഇന്ത്യയില് കോക്ക് കൾച്ചർ പറഞ്ഞിട്ടൊരു സാധനമേ ഉണ്ടായിരുന്നില്ല. അതായത് കൊക്കക്കോള കുടിക്കുന്ന കൾച്ചറേ ഉണ്ടായിരുന്നില്ല. ഈ കൾച്ചർ വരാൻ മെയിൻ ആയിട്ട് പങ്കുവഹിച്ച ഒരു സംഭവമാണ് നമ്മുടെ ആള് പണ്ട് അഭിനയിച്ച ഒരു ആഡ്. കാരണം ഞാൻ തന്നെ ഏതോ മുക്കില് കാട്ടിനുള്ളിൽ ഇരിക്കുന്ന എനിക്ക് തന്നെ ഈ ആഡ് കണ്ടിട്ട് ചെറുപ്പത്ത് വീട്ടില് കോക്ക് വേണം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ തല്ല് പേടിച്ച അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. ശരി, ഇവരും കൂടി കുഴപ്പമില്ലെന്ന് വെക്കാം. ഇന്നൊരാളുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാള്. ആളെന്ത് ചെയ്യണമെന്ന് വെച്ചാ, ശരി, ഇതിലെന്താണുള്ളത്? ഇത് വെറും വെള്ളം മാത്രമല്ലേ, വെള്ളത്തിന്റെ ആടും വെള്ളത്തിൽ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. ഇതിന്റെ പേരാണ് സറഗേറ്റ് പ്രൊമോഷൻ, അതായത് ഇൻഡയറക്റ്റ് പ്രൊമോഷൻ. നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനത്തെ ബിയർ പോലത്തെ സാധനങ്ങള് അഡ്വർടൈസ്മെന്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേ ബ്രാൻഡിലുള്ള വെള്ളമോ വാട്ടെവർ അങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ഈ ബ്രാൻഡിൽ വെള്ളം ഉണ്ടെന്ന് അറിയാം? ഈ ബ്രാൻഡിൽ വെച്ചാലേ ഈ സാധനമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് പേര് നിങ്ങൾ പോയിട്ട് പറയും, നിങ്ങൾ നല്ല ഡൈഹർട്ട് ഫാൻ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഭിനയിക്കണ്ടാവെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ കേൾക്കുമോ? ഇല്ല, അവരുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിന്റെ ബാക്കിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തിരിച്ചറിയുക. പിന്നെ നമ്മുടെ കുട്ടികള് ഡോക്ടർ ആവണം, കളക്ടർ ആവണം, ടീച്ചർ ആവണം, അതിൽ കൊടുക്കുന്ന പ്രിയോറിറ്റിനേക്കാളും കൂടുതൽ ആ കുട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാവണം പ്രിയോറിറ്റി കൊടുക്കുക. അപ്പൊ ഇത് കാരണം കുറെ ഫാൻസിന്റെ
ഹെയ്റ്റ് കിട്ടുന്ന അറിയാം. കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 2 കുട്ടികളെങ്കിലും ഇത് കാരണം രക്ഷപ്പെട്ട, കുറച്ചെങ്കിലും രക്ഷപ്പെട്ട അത് മാത്രം മതി.